ദാസന്മാരോട് പറയുകയാണ്, മിദ്യാന്യ ശക്തികളെക്കാൾ ശക്തനായിരുന്നു ഗിദെയോൻ, അല്ലെങ്കിൽ ഗിദെയോന്റെ ദൈവം. അമാലേക്യ ശക്തിയേക്കാൾ ശക്തനായിരുന്നു മോശ, അല്ലെങ്കിൽ മോശയുടെ ദൈവം. ഗോലിയാത്തിനേക്കാൾ ശക്തനായിരുന്നു ദാവീദ്, അല്ല ദാവീദിന്റെ ദൈവം. അതുകൊണ്ട് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ നിൽക്കുന്ന ശക്തികളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും അനുഭവങ്ങളെയും ആത്മാവിൽ ജയിച്ചു മുന്നേറാൻ ഈ 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങൾ പറയും, ഈ വർഷം എനിക്ക് എന്റെ ദൈവം വലിയ ജയം നൽകി, സകലത്തിന്റെ മേളിലും എനിക്ക് ജയം നൽകി. ഞാൻ പരാജയപ്പെടുമെന്ന് ചിന്തിച്ച മേഖലയിൽ, ഞാൻ തകർന്നു പോകുമെന്ന് ചിന്തിച്ച മേഖലയിൽ എന്റെ ദൈവം എനിക്ക് ജയം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, പിന്നെ ഒരു കാര്യം, നമ്മളെ ആവശ്യമില്ലാത്തവർ ന്യൂനപക്ഷമാണ്, പക്ഷെ നമ്മളെ ആവശ്യമുള്ളവർ ഭൂരിപക്ഷമാണ്. അത് കർത്താവിന്റെ കാര്യത്തിൽ വ്യക്തമല്ലേ? അവിടെ നിന്ന് അലയ്ക്കുന്ന 1-2 പരീശന്മാരാണോ കർത്താവിന്റെ കൂടെ? ലക്ഷങ്ങൾ, 10,000 അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു, യേശു കണ്ടു. ഞാൻ യേശുവിനെ കണ്ടതല്ല അത്ഭുതം, യേശു എന്നെ കണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ പ്രധാനമന്ത്രിയെ എല്ലാവർക്കും അറിയാം, പക്ഷെ പ്രധാനമന്ത്രിക്ക് എല്ലാരെയും അറിഞ്ഞൂടാ. പക്ഷെ അത്ഭുത മന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവനെ അറിയാത്തവരെയും അവൻ അറിയാം. ഒരു പക്ഷെ ഇന്ന് വരെ ചേട്ടൻ, ചേച്ചി, ബ്രദർ, സിസ്റ്റർ യേശുവിനെ അറിഞ്ഞ ആളായിരിക്കത്തില്ല, പക്ഷെ നിങ്ങളെ കർത്താവിന് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ ആരാന്നും എന്താന്നും. അപ്പൊ യേശു എന്നെ കണ്ടു എന്ന് പറയുന്നതാണ് ഞാൻ അവനെ കണ്ടു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതം. ഞാൻ ദൈവത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ദൈവം എന്നെ സ്നേഹിച്ചു എന്ന് പറയുന്നത്. ഇത് രണ്ടും രണ്ടാ. ഞാൻ എന്റെ ദൈവത്തിന്റെ കൈ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഞാനിത് പറയുമ്പോൾ ഐ ആം ഫീലിംഗ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുകയാണ്. അവന്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് പറയും. നമ്മൾ ഈ വായിച്ച ഭാഗത്ത് ഈ കുരുടന് ബൈബിളിലെ മറ്റ് പല കുരുടന്മാരിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തതയുണ്ടായിരുന്നു. ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? അപ്പൊ ഇത് 9-ാം അധ്യായത്തിലാണ് ചോദിക്കുന്നത്. കാരണം 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായം എടുത്തേ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത്. അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പാപം ചെയ്യരുത്. 9-ാം അധ്യായത്തിൽ വരുമ്പോ ഒരു കുരുടനെ കണ്ടപ്പോ ശിഷ്യന്മാര് ചോദിക്കുകയാണ്, ഗുരു, ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇതാരുടെ കുറവാ? നിങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആരുടെ കുറവാണ്? എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്തെങ്കിലും ശാപമാണോ? എന്റെ അപ്പനപ്പന്മാർ ചെയ്ത അകൃത്യം കൊണ്ടാണോ? ഞാൻ ഈ കിടന്ന് അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി ആരുടെ പ്രാക്കാണ്, ശാപമാണ്, തിന്മയാണ്? എന്ത് കാരണം കൊണ്ടാണ് ഞാൻ ഇത് അനുഭവിക്കുന്നത്? ചോദ്യമുണ്ടോ? ചോദ്യമുണ്ടോ? ശിഷ്യന്മാരിതാ ചോദിച്ചത്. ഇവൻ ഇങ്ങനെ കുരുടനായി പിറക്കത്തക്കവണ്ണം ആര് പാപം ചെയ്തു? ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ പാപം ചെയ്തത് കൊണ്ടാണോ? അപ്പൊ ശിഷ്യന്മാര് ചോദിച്ചത് എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നാണ്. ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തുകൊണ്ടാണോ ഇവൻ കുരുടനായെന്ന് ചോദിക്കുമ്പോ എന്താണ്, വാട്ട് ഈസ് റീസൺ? നമ്മളെല്ലാം റീസൺ അന്വേഷിക്കുന്നവരാണ്. നമ്മളെല്ലാം കാരണം അന്വേഷിക്കുകയാണ്. എന്തുകൊണ്ട് എന്റെ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചു?
ഇത്രയും പ്രാർത്ഥിക്കുന്ന എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടാകുന്നു? ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലാത്ത എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ വൈഷമ്യങ്ങൾ സംഭവിക്കുന്നു? എല്ലാവരുടെയും നന്മ മാത്രം പ്രതീക്ഷിച്ച എനിക്ക് എൻ്റെ മക്കൾക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടാകുന്നു? ഈ ചോദ്യം പലരുടെ ഉള്ളിലുണ്ട്. ശിഷ്യന്മാർ ഇതാ ചോദിച്ച, എന്തുകൊണ്ട് ഇവൻ കുരുടനായി? വാട്ട് ഈസ് എ റീസൺ? ഇവന്റെ പാപമാണോ? ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? പിതാക്കന്മാരുടെ ശാപമാണോ? യേശു മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് ഇവൻ കുരുടനായി എന്നുള്ളതിനല്ല, എന്തിനു വേണ്ടി അവൻ കുരുടനായി. Amen. Yes, amen. എന്തിനു വേണ്ടി അവൻ കുരുടനായി? ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടാനത്രേ. Amen. Hallelujah. Amen. Jesus. Are you listening me? Yes, amen. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടില്ല ബ്രദറെ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? എന്തുകൊണ്ട് ഈ പ്രതിസന്ധി ഉണ്ടായി? എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് നിങ്ങൾ തലയും കുത്തി അന്വേഷിച്ചാലും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടില്ല. പക്ഷെ മറുപടി ഇപ്പുറത്ത് തരാം. എന്തിനു വേണ്ടി ഇത് സംഭവിച്ചു? ലാസറിന്റെ ഭവനത്തിൽ യേശു വരുന്നതിന് മുൻപ് യേശു പറഞ്ഞു, ഈ ദീനം മരണത്തിനല്ല, ഇത് ദൈവപുത്രൻ മഹത്വപ്പെടുവാനത്രേ. നിന്റെ സകല പ്രശ്നങ്ങളെയും എന്റെ ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും. ആമേൻ. എന്തുകൊണ്ട് എന്ന് നീ ചോദിച്ച പലതിനും എന്തിനു വേണ്ടി ആയിരുന്നു അത് സംഭവിച്ചത്? എന്തിനു വേണ്ടി ദൈവം എന്നെ അതിലൂടെ കടത്തിവിട്ടു? ദൈവം എന്തിനു വേണ്ടി അത് അനുവദിച്ചു? ദൈവം എന്തുകൊണ്ട് ആ സാഹചര്യം അനുവദിച്ചു എന്ന് ചോദിക്കുമ്പോൾ മറുഭാഗത്ത് നിനക്ക് ഉയർത്തി പിടിക്കാൻ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ആത്മാവിൽ പിടിച്ചോ, സ്തുതിച്ചോ, ആരാധിച്ചോ, ഏറ്റെടുത്തോ. കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം, ആത്മാവിൽ സ്തുതിക്കാം. ഈ 2026 എന്റെ ഭവനത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ തലമുറയുടെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ ശുശ്രൂഷയുടെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ, എന്റെ ബിസിനസിന്റെ മേൽ, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ആരോഗ്യത്തിൽ ഈ വർഷം ഒരു ദൈവ പ്രവൃത്തി ഉണ്ടാകും. യേശുവിൻ നാമത്തിൽ ഉണ്ടാകും. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ. ചോദിച്ചിട്ടും കാര്യമില്ല, എനിക്കതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഓ, എന്തിനെന്നു ആ കരങ്ങൾ ഉയർത്തി പാടിയ ചോദിക്കില്ല ഞാൻ. എന്റെ ആ കൈകൾ ഉയർത്തി പറഞ്ഞ്, ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നതേ യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ, എന്നെ നടത്തുന്നതേ യേശുവത്രേ. ഞാനവൻ കരങ്ങളിലാ. അതുകൊണ്ട് ആ കരങ്ങൾ ഉയർത്തി പറഞ്ഞു, എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഈ പ്രളയത്തിനപ്പുറത്ത് ഒരരാരത്ത് പർവ്വതം നിനക്കുണ്ട്. Amen. ഈ ചെങ്കടലിനപ്പുറത്ത് ഒരു വാഗ്ദത്ത ദേശം നിനക്കുണ്ട്. Amen.
Thank you, Holy Spirit. Thank you, Holy Spirit. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുകയാണ്, ഈ എരിയുന്ന തീച്ചുളകൾക്കപ്പുറത്ത് നിന്നെ രാജ്യത്തിന്റെ പ്രതിനിധിയാക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ പൊട്ടക്കിണറുകൾക്കും കാരാഗ്രഹത്തിനും പൊത്തീഫറിന്റെ ഭാര്യ ഉന്നയിക്കുന്ന അപവാദങ്ങൾക്കും അപ്പുറത്ത് നിനക്ക് ഞാൻ ഒരുക്കിയിരിക്കുന്ന ഒരു പദവിയുണ്ട്. ഇതിനപ്പുറത്ത് ഒരു വെളിച്ചമുണ്ട്. ഈ കല്ലറയ്ക്കും ക്രൂശീകരണത്തിനും അപ്പുറത്ത് എനിക്കൊരു ഉയർപ്പുണ്ട്. ഇത് വിശ്വസിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്? Thank you, Holy Spirit. Thank you, Holy Spirit. ഈ കല്ലറകൾ കൊണ്ട് ഞാൻ കഴിയുകയില്ല, ഈ ക്രൂശീകരണം കൊണ്ട് ഞാൻ തീരുകയില്ല. ഈ ചെങ്കടൽ എന്റെ അവസാനമല്ല, ഈ എരിയുന്ന തീച്ചൂളയോ സിംഹക്കുഴിയോ എന്റെ അവസാനമല്ല, ഈ മിദ്യാന്യ ശക്തികൾ എന്റെ അവസാനമല്ല, ഈ വെല്ലുവിളിക്കുന്ന ഫെലിസ്ത്യന്മാർ എന്റെ അവസാനമല്ല. ഇതിനപ്പുറത്ത് എന്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിൽ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയിൽ ഞാൻ പ്രവേശിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഓ എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നതോ തീരല്ല എന്റെ യേശുവിൻ കരങ്ങളില, ഞാൻ വീഴുന്നതോ തീരല്ല എന്റെ യേശുവിൻ കരങ്ങളില. അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. അത് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. ഞാനൊരു കാര്യം ഇവിടെ ഈ മെസ്സേജിൽ നിന്ന് കൊണ്ടുവന്ന് പറയുകയാണ്, അല്ലെങ്കിൽ അതിൽ പരിശുദ്ധാത്മാ തരുന്ന ഒരു നിയോഗത്തെ അതിനകത്ത് ആഡ് ചെയ്യുകയാണ്. ചില മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ അവൻ കടന്നു പോകുമ്പോൾ എന്നല്ല എഴുതിയിരിക്കുന്നത്. ചില മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ യേശു ജന്മനാ പ്രതിസന്ധി അനുഭവിക്കുന്നവനെ വിടുവിക്കുകയാണ്. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ചില മണിക്കൂറുകളുടെ പ്രതിസന്ധികൾ ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവർക്ക് വിടുതലാകാൻ പോവുകയാണ്. ഞാൻ ഒന്നും കൂടെ അതിനെ ഡെപ്തിലോട്ട് കൊണ്ടുപോവാണ്. നിന്നെ ചില മണിക്കൂറുകളുടെ ആഴ്ചകളുടെ പ്രതിസന്ധിയിലൂടെ ദൈവം കൊണ്ടുപോയത് വർഷങ്ങൾ പ്രതിസന്ധിയിൽ കടന്നവരെ വിടുവിച്ചെടുക്കുവാൻ. ഞാൻ എൻ്റെ പ്രിയ മക്കളോട് പറയുന്നു, മക്കളെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഒന്നും കണ്ടോണ്ട് പുറകോട്ട് പോകില്ല. മണിക്കൂറുകളുടെ പ്രതിസന്ധിയിലൂടെ പോയവൻ ജന്മനാ പ്രതിസന്ധിയിലിരിക്കുന്നവന് വിടുതലായി മാറുകയാണ്.
എൻ്റെ ദൈവം ആരാന്ന് നീ കാണും. Amen. ഒന്നാമത്തെ പ്രത്യേകത, കുരുടനൊറ്റ പ്രശ്നമേ ഉള്ളൂ, കാണാൻ പറ്റാത്തവൻ, കാഴ്ചയില്ലാത്ത. പക്ഷെ ഈ പുള്ളിക്കാരൻ കുറച്ച് വ്യത്യസ്തനായിരുന്നു. ഒന്ന്, എല്ലാം ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവൻ. ഈ കുരുടന്റെ പ്രത്യേകത ഏതായിരുന്നു? കേട്ടായിരുന്നോ? എല്ലാരും ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവനായിരുന്നു. അപ്പം നിങ്ങൾ ചോദിക്കും, ബ്രദർ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. പറയാം, ശ്രദ്ധിച്ച് കേട്ടാ പറയാം. ഇവന്റെ കണ്ണ് യേശു സൗഖ്യമാക്കി. ഇവന്റെ കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടി. ഇവൻ സൗഖ്യമായി കഴിഞ്ഞപ്പോൾ യഹൂദന്മാരെല്ലാം കൂടെ ഇളകി മറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ ഇവന്റെ വീട്ടിൽ ചെന്നു. യോഹന്നാൻ 9:20. അവന്റെ പേരൻസിനോട് ചോദിക്കുകയാണ്. അവന്റെ അമ്മയപ്പന്മാർ അതിന് മറുപടി പറയുക, കുരുടനായി ജനിച്ചു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങളുടെ മകൻ ഇവൻ തന്നെയോ? എന്നാൽ അവൻ ഇപ്പോൾ കണ്ണ് കാണുന്നത് എങ്ങനെയെന്ന് അവർ അവരോട് ചോദിച്ചു. ആരോടാ ചോദിച്ചത്? പേരൻസിനോട്. എവിടാ പോയത്? അവന്റെ വീട്ടില്. മനസ്സിലായോ? അപ്പൊ അവന് വീടുണ്ടായിരുന്നോ? അപ്പനും അമ്മ ഉണ്ടായിരുന്നോ? ഈ യാചകൻ, ഭിക്ഷക്കാരൻ, വഴിയിലിറങ്ങി യാചിക്കുന്നവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു സാധനമുണ്ട്, ആരോരും ഇല്ല. പക്ഷെ ഇവൻ അങ്ങനെ അല്ലായിരുന്നു. ഇവന് വീടുണ്ടായിരുന്നു, ഇവൻ അമ്മയപ്പന്മാരുണ്ടായിരുന്നു. ഇനി അടുത്തത് നിങ്ങളെ ഞെട്ടിക്കും. ഇവനൊരു പള്ളിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇവനൊരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പനോമയും മാത്രമല്ല, വീട് മാത്രമല്ല, ഇവനൊരു ചർച്ച ഉണ്ടായിരുന്നു. 9:22. യഹൂദന്മാരെ ഭയപ്പെടുക കൊണ്ടത്രേ അവന്റെ അമ്മയപ്പന്മാർ ഇങ്ങനെ പറഞ്ഞത്. അവനെ ക്രിസ്തു എന്ന് ഏറ്റുപറയുന്നവൻ പള്ളിഭ്രഷ്ടനാകണമെന്ന് യഹൂദന്മാർ തമ്മിൽ പറഞ്ഞൊത്തിരുന്നു. അപ്പം യഹൂദന്മാര് തമ്മിൽ പറഞ്ഞൊത്തിട്ട വന്ന് ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കണമെന്ന്. മെമ്പർഷിപ്പ് ഇല്ലാത്തവനെ പുറത്താക്കാൻ പറ്റൂ? ഇല്ല. അപ്പൊ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, പള്ളിയും പള്ളിക്കാരും ഉണ്ടായിരുന്നു, ആ പള്ളി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഭവം കേൾക്കണോ? ഈ അധ്യായം പഠിക്കുമ്പോഴേ നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് ബൈബിൾ, ഈ NKJV KJV ബൈബിൾ, ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടെങ്കിൽ യേശു പറഞ്ഞ വാക്കുകൾ മാത്രം അതിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കേൾക്കുന്നോ? മലയാളം ചില ബൈബിളിലും കാണും. അതിനകത്ത് ഈ 9-ാം അധ്യായത്തിൽ 48ഓളം വാക്യങ്ങളുള്ള ഈ അധ്യായത്തിൽ 8 വാക്കുകൾ, 8 വാചകങ്ങളെ യേശു പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 40 വാക്കുകളും നാട്ടുകാർ ഇവന് വേണ്ടി പറഞ്ഞതാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അവന്റെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് മനസ്സിലായോ? അവനൊരു വിഷയം ഉണ്ടായപ്പോ ആളുകളെല്ലാം കൂടെ ഇളകി വന്നുണ്ടോ? പള്ളിക്കാര്, നാട്ടുകാര്. അപ്പൊ അവന് പള്ളിക്കാരുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, അപ്പനും അമ്മയുണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു, മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒന്നുമാകാതെ പോയവൻ. ഇങ്ങനെ ആരെങ്കിലും ഇന്നിവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിന്റെ ഭാവിയെ തിരിക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കർത്താവേ, എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരുന്നിട്ടും ഞാൻ ഉദ്ദേശിച്ചെടുത്ത് എനിക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിനക്കൊരു പുതിയ ലൈഫ് തരാൻ, നിനക്കൊരു പുതിയ ജീവിതം തരാൻ, നിന്റെ ഭാവിയെ ശോഭനമാക്കാൻ യേശു ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. എനിക്ക് അപ്പനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു, എനിക്കെല്ലാം ഉണ്ടായിരുന്നിട്ടും കർത്താവേ എൻ്റെ ഭാവി നഷ്ടപ്പെട്ടല്ലോ, എനിക്കൊന്നും ആകാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ നിരാശയുള്ള ഏതെങ്കിലും മക്കളുമാരെന്നെ കേൾക്കുന്നെങ്കിൽ, ഒറ്റ സെക്കൻഡ് കൊണ്ട് നിന്റെ ഭാവിയെ തിരിക്കാൻ യേശുവിന് കഴിയും. ഒരൊറ്റ പ്രവചനം കൊണ്ട്, ഒരൊറ്റ വാക്ക് കൊണ്ട്, ഒരൊറ്റ ദിവസം കൊണ്ട് സകലത്തെ തിരിച്ചു കളയും. ഇതിനകത്ത് ഈ നിലയിലുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ
എല്ലാം ഉണ്ടായിട്ടും എനിക്കൊന്നും ആകാൻ പറ്റിയില്ല. അയ്യോ, എൻ്റെ ഭാവി നഷ്ടപ്പെട്ടു, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു, ഇത്രയും പ്രായമായി എന്നൊക്കെ പറയുന്ന ആരെങ്കിലും ഇരിപ്പുണ്ട്? എൻ്റെ പൊന്നച്ഛ, സഹോദര, സഹോദരി, ചേച്ചി, പെങ്ങളെ, ബ്രദറെ, സിസ്റ്ററെ, ഒറ്റ ദിവസം കൊണ്ട് നിന്റെ ചരിത്രത്തെ തിരുത്തി മറിക്കാം എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം ചില ജനാലകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാനാണ്. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കും. ദൈവം ചില ജനാലകൾ നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത് ചില വലിയ കതകുകളെ തുറക്കാനാണ്. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ചതൊന്ന് സ്വീകരിച്ചാട്ടെ. മരുഭൂമിയിൽ നീ കണ്ടിട്ടില്ലാത്ത ഉറവ, ഹാഗാറേ, ഇശ്മയേലേ, നിനക്ക് വേണ്ടി ദൈവം തുറന്നിട്ടുണ്ട്. ഒന്ന് ഭാവി നഷ്ടപ്പെട്ടവൻ, എല്ലാം ഉണ്ടായിട്ടും യേശു കർത്താവ് നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരും. രണ്ടാമതായി കുരുടന്റെ രണ്ടാമത്തെ പ്രത്യേകത, കുരുടന്മാർക്ക് വേഗതയിൽ അറിയാവും. നിങ്ങളെപ്പോലെ സ്പീഡില്ല, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കാഴ്ചയില്ലാത്തവർക്ക് പെതുക്കെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ, പെതുക്കെ വണ്ടി കയറാൻ പറ്റൂ, പെതുക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റൂ, പെതുക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. വളരെ സ്ലോയിലാണ്, വേഗത നഷ്ടപ്പെട്ടവൻ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രത്യേകത, നഷ്ടപ്പെട്ട വേഗതകളെ അവൻ തിരിച്ചു തരും. 5 കൊല്ലം കൊണ്ട് കായ്ക്കേണ്ട ബദാം ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തള്ളുക്കും. 7 ദിവസം കൊണ്ട് ഓടിയെത്തേണ്ട ഹോരേബ് പർവ്വതത്തിൽ നീ ഒറ്റ ദിവസം കൊണ്ട് ഓടിയെത്തും. 5 കൊല്ലം കൊണ്ട് നടക്കേണ്ട മതില് പണി 52 ദിവസം കൊണ്ട് തീർക്കും. 5 കൊല്ലം എടുത്തുണ്ടാകേണ്ട മുന്തിരിച്ചാറ് വീഞ്ഞ് ഒറ്റ സെക്കൻഡ് കൊണ്ട് ശ്രേഷ്ഠമേറിയ വീഞ്ഞാകും. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ നിന്നെ വാലല്ല. ആ വാക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? എന്തുവാ വാക്കിന്റെ അർത്ഥം? ഞാൻ നിന്നെ വാലല്ല തലയാകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കൂടെ എഴുന്നേറ്റ് തലയാട്ടി ആമീനും പറഞ്ഞ് എണ്ണീറ്റ് സ്വോത്രവും പറഞ്ഞു. എന്തുവാ വാക്കിന്റെ അർത്ഥം? ഈ ബൈബിള് വായിക്കുമ്പോൾ നാച്ചുറലായി സിമ്പിളായിട്ട് വായിക്കണം. വലിയ പിടുത്തം പിടിക്കാൻ പോയാൽ ഒന്നും മനസ്സിലാകത്തില്ല. വാലെവിടാ ഇരിക്കുന്നേ? പശുവിന്റെ വാലെവിടാ? കുരങ്ങിന്റെ വാലെവിടാ? പുറകിലല്ലേ? തലയല്ലേ ആദ്യം കാണുന്നേ? തല, ഹെഡ് ഈസ് ഫസ്റ്റ് എന്നല്ലേ? തലയല്ലേ ആദ്യം, വാല് പുറകിലല്ലേ? ഞാൻ നിന്നെ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി ഞാൻ പറയാം, നീ പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന്, നീ പലയിടത്തും പുറകിലായി പോയെടുത്തുനിന്ന് ഞാൻ നിന്നെ മുന്നിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇതെല്ലാം ഇന്ന് ഇവിടെ ചിലരുടെ മേളിൽ ഒരു പ്രൊഫസി ആയിട്ട് വീഴും. 3, കുരുടന്റെ ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാം ഉണ്ടായിട്ടും ഭാവി നഷ്ടപ്പെട്ടവൻ. രണ്ടാമത്തെ പ്രത്യേകത എന്താണ്? വേഗത നഷ്ടപ്പെട്ടവൻ. മൂന്നാമത്തെ പ്രത്യേകത എന്താണ്? പുതുമ നഷ്ടപ്പെട്ടവൻ. എന്താണ്? കുരുടന്മാർക്ക് എന്തെങ്കിലും പുതുമയുണ്ടോ? പുതിയ സാരി, പുതിയ ഷർട്ട്, പുതിയ പാൻസ്, പുതിയ വീട്, പുതിയ കാറ്, ഇതുവെല്ലാം കുരുടന്മാർക്കുണ്ടോ? പുതുമയില്ലാത്തവനാണ് കുരുടൻ. അവനൊന്നും പുതുമയില്ല. അവന്റെ മുമ്പിൽ ഒറ്റ കളറേ ഉള്ളൂ, അത് ഇരുട്ടാണ്, അത് ബ്ലാങ്ക് ആണ്. എന്നാൽ ഒരുവനെ യേശു കണ്ടാൽ, ഒരുവനെ യേശു തൊട്ടാൽ സകലവും പുതുതാകും. വളരെ ശാന്തമായിട്ടാണ് ഈ പറയുന്നതെങ്കിലും ഇത് സത്യമാണ്. 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ ജീവിതത്തിൽ പുതുമ നഷ്ടപ്പെട്ടവരാരെങ്കിലും ഇരിപ്പുണ്ടോ? അങ്ങനെയുള്ളവരുണ്ട്. എന്താന്ന് പറഞ്ഞുതരാം. എൻ്റെ പൊന്നു പാസ്റ്ററെ, എൻ്റെ പൊന്നു ബ്രദറെ, രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കള ജോലി ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, പണിക്ക് പോകുന്നു, രാത്രി വരുന്നു, കിടന്നുറങ്ങുന്നു, അടുത്ത ദിവസം രാവിലെ എണീക്കുന്നു. ജീവിതത്തിൽ എല്ലാം ഇങ്ങനൊരു സൈക്കിള് പോലെ പോവാണ്.
പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല, മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, പുതിയ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. എല്ലാ ദിവസവും ഒരുപോലെ, എല്ലാ വർഷവും ഒരുപോലെ അങ്ങനെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, ഇന്ന് ഇവിടെ നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതൻ, നിങ്ങൾക്കില്ലാത്തൊരു വിശ്വാസം എനിക്കുണ്ട്. എന്റെ ഒപ്പം കർത്താവിന്റെ ഏഞ്ചൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം. ആ ദൈവത്തിന്റെ ദൂതൻ നിന്റെ ഫയൽ നിന്ന് എടുത്തിരിക്കും. എന്നിട്ട് ആ ബ്ലാങ്ക് പേപ്പറിൽ നിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഫയലിനകത്ത് പുതുതായി ചിലതും കൂടെ എഴുതി ചേർക്കും. വിശ്വസിക്കുന്നവരൊന്ന് കരമടിച്ച് ചില പുതിയതായ ചില കാര്യങ്ങൾ, പുതിയ ഫലങ്ങൾ, പുതിയ ഉറവകൾ, പുതിയ വഴികൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ഞാൻ വീണ്ടും ആ വിഷൻ കാണുകയാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം ചിലത് പുതുതായി എഴുതി ചേർക്കുകയാണ്. എന്നെ കുറിച്ച് ഞാൻ എഴുതുന്നതല്ല, ദൈവം ചിലത് എഴുതി ചേർക്കും. ദൈവം ചിലത് എഴുതി ചേർക്കും. ദൈവം എഴുതട്ടെ. എന്റെ ജീവിതത്തിൽ ബ്ലാങ്കായി കിടക്കുന്ന മേഖലയിൽ ഫില്ല് ചെയ്യാനുള്ളിടത്ത് ഞാൻ എഴുതുന്നില്ല, എനിക്ക് വേണ്ടി ദൈവം ചിലത് എഴുതി ചേർക്കട്ടെ. ഞാൻ ആത്മാവിൽ എന്നത് കാഴ്ച കാണുകയാണ്. ദൈവം ചിലത് എഴുതി ചേർക്കട്ടെ. പുതുമയില്ലാത്തവർ ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് സകലത്തെയും പുതുതാക്കും. യേശു സകലത്തെയും പുതുതാക്കും. യെശയ്യാ 43:18-19 മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആ പുതിയ ബിസിനസ്, നാളുകളായിട്ട് ആ ബിസിനസ് തുടങ്ങാൻ, നാളുകളായിട്ട് ആ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവയ്ക്കാൻ നീ ശ്രമിച്ചിട്ടും ശ്രമം വിഫലമായി പോയെടുത്തുന്ന് ഈ 2026 ഒരു വലിയ വിക്ടറി ആ മേഖലയിൽ കർത്താവ് നിനക്ക് വേണ്ടി അയക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കണ്ട. മരുഭൂമിയിൽ ഒരു വഴിയും, മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജനമായ പ്രദേശത്ത് നീരൊഴുക്കുകൾ ഉണ്ടാവുന്നു, നദി ഉണ്ടാവുന്നു, വിൽഡർനെസ്സിൽ റിവർ ഉണ്ടാവുന്നു. ഞാൻ ചോദിക്കട്ടെ സിസ്റ്റർ, ബ്രദറെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഒരു വലിയ വിൽഡർനെസ്, വലിയൊരു മരുഭൂമി വരച്ചാൽ ആ മരുഭൂമിയുടെ നടുക്കൂടെ ഒഴുകുന്ന നദി വരയ്ക്കൂ? പറ. മരുഭൂമിയുടെ നടുക്കൂടെ നദി ഒഴുകുന്ന പടം വരയ്ക്കുവോ? വരയ്ക്കില്ലല്ലോ. അപ്പൊ ഒരു വരപ്പുകാരന് നമുക്കൊന്നും നമ്മുടെ ബ്രെയിനകത്ത് പോലും നമുക്ക് ചിന്തിക്കാനോ ഇമാജിൻ ചെയ്യാനോ പോലും പറ്റാത്ത കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. കിട്ടുന്നുണ്ടോ? മരുഭൂമിയിൽ ഒരു വഴിയും, നിർജ്ജനമായ ആ വിൽഡർനെസ്സിൽ ഞാൻ റിവർ കൊണ്ടുവരുമെന്ന്, ഞാൻ നദി കൊണ്ടുവരുമെന്ന്. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ലൈഫിൽ ഈ 2026 പുതിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. പുതിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. പുതിയ ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. സകലത്തെയും പുതുതാക്കുന്ന കർത്താവ്, സകലത്തെയും പുതുതാക്കുന്ന കർത്താവ്. ഈ സൗഖ്യമായ കുരുടനെ, അവൻ സൗഖ്യമായി കഴിഞ്ഞ ശേഷം പിന്നെ യേശുവിനെ കണ്ടിട്ടില്ല. അതറിയോ നിങ്ങൾക്ക്? വായിച്ചിട്ടുണ്ടോ? വായിച്ചു നോക്കണം വീട്ടിൽ ചെന്ന്. അവൻ ഹീലായി, നാട്ടിലെല്ലാം ഭയങ്കര പ്രശ്നം നടക്കുക. പക്ഷെ അവൻ സൗഖ്യമായതിന് ശേഷം പിന്നെ അവനെ യേശു വിളിക്കുകയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സംഭവം ഉണ്ടായി. ആർ യു ലിസണിങ് മീ? സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായപ്പോ അത് യേശു അറിഞ്ഞു. അതറിഞ്ഞപ്പോ യേശു അവനെ കാണാൻ വന്നു. അതെന്നാന്നറിയാവോ? യോഹന്നാൻ 9:35 അവനെ പുറത്താക്കിയെന്ന് യേശു കേട്ടു. അവനെ പള്ളിയിൽ നിന്ന്
പുറത്താക്കി എന്ന് യേശു കേട്ടു. എന്ന് വെച്ചാൽ നാട്ടുകാര് അവനെ പുറത്താക്കി, അവനെതിരായി എന്ന് യേശു കേട്ടപ്പോൾ യേശു അവനെ കാണാൻ വന്നു. പിടികിട്ടിയോ? എല്ലാവരും അവനെ കൈയൊഴിഞ്ഞു, എല്ലാവരും അവനെ പുറത്താക്കി, എല്ലാവരാലും അവൻ ഒറ്റപ്പെട്ടു എന്ന വാർത്ത യേശുവിന്റെ കാതിലെത്തിയപ്പോൾ യേശു അവനെ കാണാൻ വന്നു. ഞാൻ ഇവിടെ ഇരുന്നോണ്ടൊരു വാക്ക് പറയാം, നാട്ടുകാര് പുറത്താക്കിയവനെ യേശു അകത്താക്കും. എല്ലാവരും ഒറ്റപ്പെടുത്തിയവനെ കാണാൻ ആരും വരാനില്ലെങ്കിലും അവന്റെ മുറിയിൽ ഇറങ്ങി വരുന്ന, അവന്റെ ഭവനത്തിൽ കടന്നു വരുന്ന, അവനെ തിരക്കി വരുന്ന, അവനെ അന്വേഷിച്ചു വരുന്ന ഒരു നല്ല ദൈവം അവനുണ്ട്, ഒരു നല്ല കർത്താവ് അവനുണ്ട്. ഭാവി നഷ്ടപ്പെട്ടവൻ യേശു അവനെ കണ്ടതിനാൽ അവനൊരു പുതിയ ഭാവി ഉണ്ടായി. വേഗത നഷ്ടപ്പെട്ടവൻ വേഗതയുള്ളവനായി. പുതുമ നഷ്ടപ്പെട്ടവൻ അവന്റെ ജീവിതത്തിൽ സകലത്തെയും കർത്താവ് പുതുതാക്കി മാറ്റി. ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇവനെങ്കിലും ഇവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തുകൊണ്ടല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിവാകേണ്ടതിനത്രേ. എന്തുകൊണ്ട് എന്നുള്ളതിനൊത്തരയില്ല, എന്തിനു വേണ്ടി. ആ കരങ്ങളെ മക്കളെ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചേ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ചില മിനിറ്റുകളൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. യേശുവേ, എന്നെ സൗഖ്യമാക്കണമേ. എറിയാൻ കയ്യിൽ കല്ലെടുത്തവരുടെ നടുവിൽ, അപമാനിച്ചവരുടെ നടുവിൽ, പക്വതയില്ലാത്തവരെന്ന് പറഞ്ഞവരുടെ നടുവിൽ, വിമർശിച്ചവരുടെ നടുവിൽ, ആക്രമിക്കുവാൻ ശ്രമിച്ചവരുടെ നടുവിൽ അവൻ അന്ധന്റെ കണ്ണ് തുറക്കാൻ കരുത്തുള്ളവനായിരുന്നു. അതിന്റെ എല്ലാം നടുവിലൂടെ അവൻ കടന്നുപോയി പാസ് ചെയ്തു. ഈ ലോകത്ത് കാണുന്ന ഒരു മഴകളും തോരാത്ത മഴകളല്ല, ഒരു കാറ്റുകളും അവസാനിക്കാത്ത കാറ്റുകളല്ല. ഓ ജീസസ്, ആരെയൊക്കെയോ കർത്താവ് ബലപ്പെടുത്തുകയാണ്. ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണി അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു വാക്കും മടങ്ങാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിലെ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ. ഒരു മഴയും തോരാതിരുന്നി. ഞാനിപ്പോ ഈ പാട്ട് ഇന്നിവിടെ ഒത്തിരി ഹൃദയങ്ങളെ തൊടുന്നു. ഏതെങ്കിലും പ്രളയകാലം നിലനിന്നിട്ടുണ്ടോ? കേരളം എല്ലാ പ്രളയങ്ങളെയും അതിജീവിച്ചില്ലേ? പറയൂ, മലയാളി പറയൂ. പ്രളയം കണ്ടപ്പോ എല്ലാവർക്കും തോന്നിയില്ലേ എല്ലാം കഴിഞ്ഞെന്ന്? പക്ഷെ കഴിഞ്ഞോ? കോവിഡ് വന്നപ്പോ എല്ലാരും ചിന്തിച്ചില്ലേ എല്ലാം കഴിഞ്ഞെന്ന്? കഴിഞ്ഞോ? ഇതും കടന്നു പോകും. ഈ സാഹചര്യത്തെ നീ ജയിക്കും. ആരോടൊക്കെയുള്ള യഹോവയുടെ അരുളപ്പാടായി കൂട്ടിക്കോ. ഇതിനെ നീ ഓവർകം ചെയ്യും, ഇതിനെ നീ അതിജീവിക്കും, ഇതിന്റെ മുകളിലൂടെ നീ നടക്കും. വിജയം ദൈവം നിന്റെ കരങ്ങളിൽ തരും.
ഒരു ഗ്രേറ്റ് വിക്ടറി കർത്താവ് നിന്റെ ലൈഫിന്റെ മേളിൽ അയക്കും. ഓ തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തൻ അരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ എല്ലാ ക്ലോസ് യുവർ ഐസ് എവരിവൺ. ഭാവി നഷ്ടപ്പെട്ടവന് പുതിയ ഭാവി ഉണ്ടായത്, എല്ലാം ഉണ്ടായിട്ട് ഒന്നും അല്ലാത്തവനായി മാറിയവൻ പിന്നത്തേതിലെല്ലാമായി തീർന്നത്. വേഗത നഷ്ടപ്പെട്ട കുരുടന് വേഗത ഉണ്ടായത്, പുതുമയില്ലാത്തവൻ പുതിയ കാഴ്ചകൾ കാണാൻ തുടങ്ങിയത്. ഒറ്റ കാരണമാണതിന്, യേശു അവനെ കണ്ടു. യേശു അവനെ കണ്ടു. കർത്താവ് അവനോട് പറഞ്ഞത് അവൻ അനുസരിച്ചു.